ലോകത്തിൻ്റെ ഒരതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെയുള്ള കാതോലികവും അപ്പോസ്തോലികമായ ഏകവിശുദ്ധ സഭയ്ക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കണം. പറയണം. നവാഭിഷിക്തരായ മെത്രാപ്പൊലിത്തന്മാരെല്ലാം ഇപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കേണ്ടതാണ്. രഹസ്യ പരസ്യ പ്രാർത്ഥനകൾക്ക് ശേഷം അംശവടി കൊടുക്കുന്നതായ ശുശ്രൂഷയായിരിക്കും നടക്കാൻ പോകുന്നത്. മെത്രാപ്പൊലിത്തന്മാരെല്ലാം തൽക്കാലം അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്നാകും. രഹസ്യ പരസ്യ പ്രാർത്ഥനകൾക്ക് ശേഷം അംശവടി കൊടുക്കുന്നതായി. ഇവർ കൈവരിച്ചിട്ടുള്ള സകല താലന്തങ്ങളും ഇവർക്ക് പ്രദാനം ചെയ്യണമേ. ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിക്കുകയും നിലവിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള സകലരുമൊത്ത് ദൈവമായ കർത്താവും ഞങ്ങളുടെ രക്ഷകനുമാകുന്ന യേശുമശിഹായുടെ ആഗമനത്ത് വിശ്വസ്തന്മാരും ജ്ഞാനികളുമായ ഗ്രഹവിചാരകന്മാരുടെ കൂലി ഇവർ പ്രാപിക്കുമാറാകണമേ. തന്നോടും സകലത്തിലും വിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റുഹായോടും കൂടെ സ്തുതിയും ബഹുമതിയും ആധിപത്യവും നിനക്ക് യോഗ്യമാകുന്നു. ഇപ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി നവാഭിഷിക്തരായ മെത്രാപ്പൊലിത്തന്മാർ ഓരോരുത്തർക്കും അംശവടി നൽകുന്നതാണ്. അംശവടിയിൽ എല്ലാ മെത്രാപ്പൊലിത്തന്മാരും മൂക്കുമുറയനുസരിച്ച് മുകൾ മുതൽ താഴേക്ക് പിടിക്കുകയും നവാഭിഷിക്തനായ മെത്രാപ്പൊലീത്ത ഏറ്റവും താഴെ കൈപിടിക്കുകയും അതിനുശേഷം മറ്റുള്ളവർ മൂക്കുമുറയനുസരിച്ച് വടിയിൽ നിന്ന് കൈവിടുകയും ചെയ്യുമ്പോൾ അവസാനം പുതിയ മെത്രാപ്പൊലീത്തയുടെ കയ്യിൽ ആ വടി വന്നു ചേരുന്നു. സിയോനിൽ നിന്നും കാർത്തൻ നൽകട്ടെ ദണ്ഡങ്ങേക്കാം തവ വൈരികൾ മേലെന്നും അധികാരിയായി നീ വാഴട്ടെ. നിന്റെ ശത്രുക്കളുടെ മേൽ അധികാരിയായി വാഴുന്നതിന് വേണ്ടി സിയോനിൽ നിന്ന് കർത്താവ് നിനക്ക് ശക്തിയേറിയ വടി നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ രണ്ടാമത്തെ നവാഭിഷിക്ത മെത്രാപ്പൊലീത്തായിക്ക് അംശവടി നൽകുന്നു. സിയോനിൽ നിന്നും കാർത്തൻ നൽകട്ടെ ദണ്ഡങ്ങേക്കാം തവ വൈരികൾ മേലെന്നും അധികാരിയായി നീ വാഴട്ടെ. സിയോനിൽ നിന്നും കാർത്തൻ നൽകട്ടെ ദണ്ഡങ്ങേക്കാം തവ വൈരികൾ മേലെന്നും അധികാരിയായി നീ വാഴട്ടെ. സിയോനിൽ
بوسينون ساداريلوك موريو من سيكيون وتستالد آل بيلدبوباي സിയോനിൽ നിന്നും കാത്തൻ നൽകട്ടേതൻ അങ്ങേയ്ക്കാം. അവൈരികളേരെന്നും അധികാരിയായി നീ വാഴട്ടെ. نساداريلوك موريو من سيكيون وتستالد آل بيلدبوباي സിയോനിൽ നിന്നും കാത്തൻ നൽകട്ടേതൻ അങ്ങേയ്ക്കാം. അവൈരികളേരെന്നും അധികാരിയായി നീ വാഴട്ടെ. അടുത്തതായിട്ട് രഹസ്യ ഉപദേശം നൽകുന്നു. മുഖ്യ കാർമ്മികൻ ദർഗായിൽ നിൽക്കുകയും സ്ഥാനാർത്ഥികൾ എല്ലാവരും മുഖ്യ കാർമ്മികന് മുൻപിൽ തലകുനിച്ചു നിൽക്കുകയും ചെയ്തിട്ട് മുഖ്യ കാർമ്മികൻ നവാഭിഷിക്തരായ മെത്രാപ്പോലിത്തന്മാർക്ക് രഹസ്യ ഉപദേശം ഇപ്പോൾ നൽകുന്നതാണ്. വീട്ടുകാരെ വിജ്ഞാനികളാക്കുകയും പഠിപ്പില്ലാത്തവര് അപ്പോസ്തല നടപടിയുടെ ഭംഗിയാൽ സുഹൃതം നൽകി ശ്രേഷ്ഠനാക്കിയവനുമായുള്ളവേ, നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്പാൻ നീ തിരഞ്ഞെടുത്തിട്ടുള്ള ഈ പ്രധാനാചാര്യന്മാരെ നിന്റെ സത്യവാഗ്ദത്ത പ്രകാരം ആത്മീയ നദികളെ ഒഴുക്കുവാനും വിശേഷ ബുദ്ധിയുള്ളതിൻ്റെ ആട്ടിൻപട്ടത്തെ ആത്മീയ പാനത്തിനുള്ള നീർച്ചാലുകളുടെ പ്രവാഹത്താൽ പരിപോഷിപ്പിക്കുന്നതിനും നിന്റെ ദിവ്യദാനങ്ങളാൽ നീ നയിച്ച് ജ്ഞാനമുള്ളവരാക്കണമേ. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പരിശുദ്ധ ശ്ലീഹന്മാരെ ഭൂതലത്തിൽ സൂര്യനെ പോലെ കാണിക്കുകയും അവരുടെ ഉപദേശമാകുന്ന വയലിൽ ഭൂലോകത്തെ മുഴുവനും വീശിപ്പിടിക്കുകയും വേദശാസ്ത്രമാകുന്ന യഥാർത്ഥ ജ്ഞാന പ്രകാശത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തവനായുള്ളവേ, ഈ പ്രധാനാചാര്യരെ അജ്ഞാനാന്തകാലത്തിൽ ഇരിക്കുന്നവരെ പ്രകാശിപ്പിപ്പാനും വിജ്ഞാനശോഭയിലേക്ക് കടത്തിക്കൊണ്ടുവരുവാനും തക്കവണ്ണം ഉപദേശത്തിൻ്റെ മഹോന്നത ശ്രേഷ്ഠതയാൽ ജ്ഞാനമുള്ളവരാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പുതിയതായി വാഴിക്കപ്പെട്ട അഭിവന്യ മെത്രാപ്പോലിത്തന്മാർ ഇപ്പോൾ അംശവടി ഇരു കൈകൾ കൊണ്ടും ഉയർത്തി എല്ലാവരെയും ആശീർവദിക്കുന്നതാണ്. നിങ്ങളെയോർത്തിടും ഞങ്ങൾ
അഭിഷേക ശുശ്രൂഷ സമാപിച്ചിരിക്കുന്നു. ഇപ്പോൾ മറയിടുന്നതും കുർബാനയുടെ ബാക്കി ഭാഗം പൂർത്തിയാക്കുന്നതുമായി പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ നവനത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ പരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകണമോ പ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിക്കുവാൻ നോക്കി പാർക്കുന്ന നിന്റെ ഈ ആരാധകരുടെ സമൂഹത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. നമ്മുടെ വിശുദ്ധാവുമാവുന്ന യേശുമിശിഹാവുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധങ്ങൾ വായിച്ചിരിക്കുന്ന മേലും നൽകുന്നവരുടെ മേലും പരിശ്രമിച്ചുള്ള സംബന്ധിച്ചുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. നാഥ കൃപ ചെയ്തിടണമേ. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്ന പുണ്യപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുത്. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മരിച്ചോർക്കുയിരേകുന്നോനേ, അവരുടെ ശരണവുമായോനേ, നിന്നെ കുമ്പിടുമേ ലോകം. നാവുകൾ നിൻ നാമം വാഴ്ത്തും. ഹല്ലേലൂയ. ആമേൻ. പാറേക്കുമോ ഉയരത്തിന്നും നൽവരജാലം ചൊരിയുമൊരീശാം പൂർവിക വൈദിക ഗണമതിനെല്ലാം നീ വരമീകി. ആത്മവരത്തിനു ചേർന്നൊരു ദാസ കേകുകദാനം. നിന്നാശേസിൻ കാന്തിലി വരും മോദിക്കണമേ. സുരവൃന്ദത്താൽ സംസേവിതന സർവാധിപതേ, നിന്നുടെ സേവനമതിനാഹ്വാനം കേട്ടാൻ ദാസർ. അതിനോത്തിടിന നന്മകളാർന്നതി ഭാസുരരായും സഹഗണമോത്തും പ്രാപിക്കണമേ നിൻ തിരുവുള്ളം. കാഴ്ചയിതിൽ കർത്താവേ നിൻ തിരുവുള്ളം
വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമാവുന്ന ഈ ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളോടും വഴിയാഹാരങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നതായ ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുകയും ദുരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥരും മരിച്ചവരോടുകൂടെ ജീവനുള്ളവരും കർത്താവിൻ്റെ ജയമല സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായ റോഷ്മയാൽ മുദ്രിതപ്പെട്ടിരിക്കുന്നവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കുകയും വിശ്വാസികളാൽ നിങ്ങൾ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയേൽക്കപ്പെട്ട് സഹായം ലഭിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ഉല്ലസിച്ച് സമാധാനത്തോടെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. ആമേൻ. കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ മലങ്കര സഭയുടെ ഏറ്റവും നിർണായകമായ വളരെ വലിയ ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. മലങ്കര സഭയുടെ ചരിത്ര സംഭവമായി മാറിയിരിക്കുന്ന 7 മെത്രാപ്പോലീത്തമാരെ ഒരുമിച്ച് വാഴിച്ച ഈ ചടങ്ങ്, അതിനുശേഷം കൂടുന്ന ഈ അനുമോദന സമ്മേളനം വളരെ ഹ്രസ്വമാണ്. എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. പരിശുദ്ധ ബാവ തിരുമനസ്സുകൊണ്ടാണ് ഈ അനുമോദന സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി മലങ്കര സഭയിൽ തൊടുന്നതെല്ലാം പൊന്നാകുന്ന അവസ്ഥയാണുള്ളത്. ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതികൾക്ക് ഹാരാർപ്പണം നടത്തുന്ന സമയമാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സിന് വികാരി ഫാദർ ജോൺ ചെർത്തലാട് ഹാരാർപ്പണം ചെയ്തു കഴിഞ്ഞു. ഹിസ് എക്സലൻസി ഗവർണർക്ക് ശ്രീ KV മാത്യു കക്കാട്ട്, ശ്രീ ഉമ്മൻചാണ്ടിക്ക് ശ്രീ ബാബു ജോബ് കൊടുവത്ത്, നിയുക്ത നവാഭിഷിക്തരായ മെത്രാപ്പൊലീത്തമാർക്ക് യൂഹാനമാർ പോളികാർപ്പസ് തിരുമനസ്സിന്, മാത്യൂസ് മാർ തെവദ്യൂസ്, അന്യ വൈദികര്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എന്നെ കേൾക്കുന്ന സഭാംഗങ്ങളും അല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. മലങ്കര സഭയിൽ അടുത്തെങ്ങും നടക്കാത്ത ഒരു വലിയ സംഭവമാണ് ഇന്ന് നടന്നത്. അതെന്താണ് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. എങ്കിലും ഒന്ന് ആവർത്തിക്കുകയാണ്. 7 പേരെ മെത്രാപ്പോലീത്തന്മാരായിട്ട് വാഴിക്കുക. അടുത്തിടെയായിട്ട് 3-4 മെത്രാച്ചന്മാരെ കാലം ചെയ്തു. അവർക്ക് പകരം 7 പേരെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അവർക്കും എല്ലാം ഇപ്പോൾ ഇനിയും വ്യത്യാസങ്ങൾ ഉപയോഗിച്ച് കൊടുക്കേണ്ട ഒരു ജോലി നടപ്പുണ്ട്. അത് ശ്രേഷ്ഠമായ ഒരു ജോലിയാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് ചെഞ്ചതിൽ ഞാൻ സഭയുടെ പ്രധാന സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് ദൈവത്തെ അതിയായി സ്തുതിക്കുക. ബഹുമാനപ്പെട്ട സന്നിധിയായിരിക്കുന്ന മഹൽ വ്യക്തികളെ എല്ലാം
സ്വാഗതം ചെയ്ത് കഴിഞ്ഞു. എങ്കിലും എൻ്റെ വ്യക്തിപരമായ സ്വാഗതം കൂടി ഞാനിപ്പോൾ അറിയിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കട്ടെ. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ് പുതുപ്പള്ളി. അവിടെ വെച്ച് ഈ വലിയ സംഭവം നടക്കുവാൻ തക്കവണ്ണം ദൈവം സംഗതിയാക്കി എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർത്തു പോവുകയാണ്. അതിൻ്റെ പ്രധാന ഇവിടുത്തെ നായകൻ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും താല്പര്യമെടുത്ത് ഇത് ഭംഗിയാക്കി തീർക്കുവാൻ തക്കവണ്ണം വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. അവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നേരം വളരെ ആയതുകൊണ്ട് എല്ലാവരും വിഷമിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. എങ്കിലും നിങ്ങൾ വളരെ വിഷമിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഇവിടെ എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ടേ പോകാം എന്ന് നിങ്ങൾ ഓർപ്പിച്ചല്ലോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷവും എൻ്റെ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമ്മേളനത്തിന് ക്ഷണിച്ചപ്പോൾ ആ ക്ഷണനം ഞാൻ വളരെ ആദരവോടും സഭയോടുള്ള ബഹുമാനത്തോടും കൂടിയാണ് സ്വീകരിച്ചത്. ഒരു പക്ഷേ സഭയുടെ ചരിത്രത്തിൽ തന്നെ 7 മെത്രാന്മാരെ വാഴിക്കുന്നത് ആദ്യമായിരിക്കും എന്ന് തോന്നുന്നു. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പൊൻ ദിനമാണ്. സുവർണ ലിപികളാൽ ചരിത്രം രേഖപ്പെടുത്തേണ്ട ദിവസം. ഈ രാജ്യത്തെ എല്ലാ വിശ്വാസികൾക്കും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു പ്രസ്ഥാനം. സഭയെ സംബന്ധിച്ചിടത്തോളം സഭ ഒരു പുതിയ നേതൃത്വ നിരയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ദീർഘകാല സേവന നേതൃത്വ നിര. പക്ഷേ ഏത് പുതിയ സ്ഥാനങ്ങളിൽ വരുമ്പോഴും രാഷ്ട്രീയ രംഗത്തായാലും സഭാരംഗത്തായാലും ഏത് രംഗത്തായാലും വളരെ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ രാജ്യത്ത്